തന്ത്രങ്ങൾ പഠിച്ചവന്റെ പേരാണ് മന്ത്രി. മന്ത്രങ്ങൾ പഠിച്ചവന്റെ പേരാ തന്ത്രി. നമ്മളൊക്കെ മാറ്റി കിട്ടിയതല്ല, മനസ്സിലായോ? മന്ത്രി ആരാ? തന്ത്രങ്ങൾ പഠിച്ച് പോക്കറ്റിൽ കാശ് കയറ്റാനായിട്ടാ മന്ത്രിയാകുന്നത് അല്ലേ? ഈ വേദങ്ങളും വേദാന്തങ്ങളും അടിച്ച് തന്ത്രവും എല്ലാം പഠിച്ച ആളിനെ, മന്ത്രവും എല്ലാം പഠിച്ച ആളിനെ തന്ത്രിയായി, തന്ത്രി എന്ന് പറഞ്ഞല്ലേ? അതേപോലെ ഇവിടെ പെട്ട സമയം പോയി, 12:30 ആകുമ്പം നിർത്തണം. അപ്പം ഗർഭാധാനം എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പ് നമ്മുടെ ഭാഗവതം പഠിക്കുമ്പോൾ കശ്യപ പ്രജാപതിക്ക് സ്വയംഭൂമനു ദിതിദേവിയെ ഭാര്യയായിട്ട് കൊടുക്കുന്നൊക്കെ പഠിക്കുന്നില്ലേ? ആ വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉടനെ അങ്ങോട്ട് കൊടുത്തു. രാജാവിന്റെ മനുപുത്രിയെ അങ്ങോട്ട് കൊടുത്തത്. രാജകൊട്ടാരത്തിൽ നിന്നാ വന്നു വിവാഹം കഴിച്ചു. ഉടനെ കശ്യപ പ്രജാപതി എന്ത് ചെയ്തു? തപസ്സിലോട്ട്. അപ്പം ഭാര്യയായ ദേവഹൂതി എന്ത് എടുത്തു? ഭർത്താവ് നോക്കിയ പോലുമില്ല. ഉടനെ ആ ഭർത്താവിനെ പരിചരിച്ച് സംരക്ഷിച്ച് അങ്ങനെ നിന്നു. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം കശ്യപ പ്രജാപതി കണ്ണു തുറന്നു നോക്കിയപ്പം സുന്ദരിയായിട്ട് അന്ന് വന്നയാള് താണ്ട് ഉണങ്ങി മെലിഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പോൾ അത്രയും നാള് കശ്യപ പ്രജാപതി എന്താർജിക്കുകയായിരുന്നു? നമുക്കൊരു കുട്ടി ഉണ്ടാകണമെങ്കിൽ അതിനു മുമ്പേ വ്രതങ്ങളും ഒത്തിരി ക്രിയകളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്. അല്ലാതെ ചുമ്മാ അങ്ങോട്ട് പോയി എന്തെങ്കിലും ചെയ്യുന്ന അതിലുണ്ടാകുന്ന സന്തതി നല്ലൊരു സന്തതി ആകണമെന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഗർഭാധാനം, ഗർഭത്തെ ആ ഭർത്താവിന്റെ നിന്നും അതിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഭാര്യയാകുന്ന അമ്മയാകാൻ പോകുന്ന കുട്ടിയും വയോവൃദ്ധന്മാരെയൊക്കെ കണ്ട് പൂജിച്ച്, വയോവൃദ്ധന്മാരാരാ? ജ്ഞാനവൃദ്ധന്മാരുണ്ട്, പ്രായമായവരുണ്ട്, ഗുരുക്കന്മാരുണ്ട്. അവരെയെല്ലാം കണ്ടു പൂജിച്ച് അവരെയൊക്കെ സന്തോഷിപ്പിച്ച് ക്ഷേത്രങ്ങളിൽ പോയി ദൈവങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ച് അന്നദാനാദികളൊക്കെ ചെയ്ത് വസ്ത്രദാനങ്ങളൊക്കെ ചെയ്ത് ശുദ്ധിയായിട്ട് വ്രതങ്ങളൊക്കെ ആചരിച്ച് അങ്ങനെ നല്ല ദൈവിക ഭാവമുള്ള മനസ്സോടുകൂടി പെൺകുട്ടി ഇരിക്കുമ്പോൾ ഭർത്താവിനുമുണ്ട്, ഭർത്താവിനില്ലെന്നല്ല, ഭർത്താവ് ഇതൊക്കെ ചെയ്യണം, എനിക്കൊരു നല്ല സന്താനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവ് ആ വ്രതശുദ്ധിയോടുകൂടി എങ്ങനെയാണ് രാത്രിയുടെ 2-ാം യാമത്തിന് മുന്നായിട്ട് ആണ് ഈ ഗർഭത്തെ ദാനം ചെയ്യുന്നത്. അല്ലാതെ ഒന്നും പെടല്ല. ഇപ്പോഴെന്തോ ചെയ്യും? എവിടെയും പോവും, എന്തെങ്കിലും കിട്ടുന്നത് മീറ്റും മീനും എല്ലാം മേടിച്ച് തിന്നും, വരും. ഞങ്ങൾക്കിപ്പോഴൊന്നും വേണ്ട എന്നും പറഞ്ഞ് തീരുമാനിച്ച് കിടക്കും, എന്തെങ്കിലും ഒന്നാകും. അതൊക്കെയാണ് ആസുരിക ഭാവത്തിലോട്ട് പിറക്കുന്നത്. ഒരമ്മ ഭർത്താവിന്റെ നിന്നും ഗർഭത്തെ സ്വീകരിക്കുന്ന ആ സമയം, ആ അമ്മയുടെ മനോവികാരം എന്താണ്? അതൊക്കെയാണ് ഗംഗ. ഗംഗ എന്ന് പറയുന്ന ഉദാഹരണം അതാണ്. ആ ഗംഗ എന്ന് പറയുന്ന കുട്ടിയെ ആ ഗംഗയുടെ അമ്മ അച്ഛനിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ ആ അമ്മ നല്ല കലാപരമായിട്ട് സംഗീതമായിട്ട് നല്ല മനസ്സോടുകൂടി ഇരുന്നു, പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ വയറ്റിയിരുന്ന കാലമെല്ലാം അവരാ സംഗീതത്തെ ഉപാസിച്ചു കാണും. അതാണ് 11 വയസ്സുകൊണ്ട് ഒരാൾക്കും പഠിച്ചു തീരാത്തതെല്ലാം ആ കുഞ്ഞ് പഠിച്ച് ഇത്രയും സ്റ്റേജുകളിൽ കാണിച്ചത്. എന്താ? നമ്മുടെ പുരാണങ്ങളെല്ലാം പ്രഹ്ലാദനെ കാണിച്ചു തരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അഭിമന്യു, മോന്റെ പേരെന്താണ്? ഈ അഭിമന്യു. അതുകൂട്ടൊരു അഭിമന്യു ആരുടെ മകനാ? അർജുനന്റെ മകൻ. ഈ അഭിമന്യുവിനെ ഉത്തരഗർഭത്തിൽ ഇരിക്കുന്ന സമയം ശ്രീകൃഷ്ണ ഭഗവാൻ പത്മവ്യൂഹം ഭേദിക്കുന്ന കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉത്തരയുടെ വയറ്റിലിരുന്നാണ് ആര് കേട്ടത്? അഭിമന്യു. പത്മവ്യൂഹത്തിൽ കയറുന്നത് പറഞ്ഞപ്പോൾ കേട്ടു. തിരിച്ചിറങ്ങുന്ന സമയം അമ്മയായ ഉത്തര ഉറങ്ങിപ്പോയി. അത് അമ്മ ഉറങ്ങുമ്പോൾ ആര് ഉറങ്ങും? കുഞ്ഞു ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഇതെല്ലാം നമ്മളെ എന്തിനാ പറഞ്ഞ് കഥകൾ പഠിപ്പിക്കുന്നത്? ആ കുഞ്ഞിനെ നമ്മ ഗർഭത്തിലോട്ട് സ്വീകരിക്കുമ്പോൾ അമ്മയുടെ മനോവികാരം എന്താണ്? അതാണ്. അതിപ്പോ ഈ ഒരു കഥയും പറയും. ഒരിടത്ത് ഇതുകൊണ്ട് ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയില് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ എങ്ങനെയാണെന്ന് വെച്ചാല്
ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞാണ് ശരീരം മുഴുവൻ വെളുപ്പ് കളർന്നു, മുടിയെല്ലാം ഇങ്ങനെ വെള്ളച്ചെപ്പിച്ച മാതിരി മുടിയുക. അപ്പൊ ഇവര് അങ്ങനെയുള്ളതൊന്നും ബെഡ്റൂമുകളിൽ വെക്കരുത്. അപ്പോൾ ഈ അമ്മ എന്നും ബെഡ്റൂമിൽ, ഈ പെണ്ണെപ്പോഴും ബെഡ്റൂമിൽ കയറുമ്പോ ഈ ഫോട്ടോയാ കാണുന്നത്. അപ്പൊ ഈ പെണ്ണിന്റെ മനസ്സിലെല്ലാം ആ ഫോട്ടോയായിരിക്കുന്നത്. അങ്ങനെ ആ ഗർഭത്തെ സ്വീകരിക്കുമ്പോഴും ഇവരുടെ മനസ്സിൽ ആരായിരിക്കുന്നത്? നടന്നതായിരുന്നു. പ്രസവിച്ചു വന്നപ്പോൾ അതേ കൂട്ടത്തിൽ ഇരിക്കുന്നു കൊച്ചി. ഇത് തന്നെയാണ് മഹാഭാരതം തുടങ്ങുമ്പോൾ വ്യാസ ഭഗവാനിൽ നിന്നും അമ്പയും അംബികയും പതിക എന്ന തോഴിയും സ്വീകരിച്ചത്. ആ സമയത്താണ് വ്യാസ ഭഗവാൻ ചെല്ലുമ്പോൾ കണ്ണുമടച്ച് ബലം പിടിച്ച് അമ്പ ചെല്ലും, അംബിക ചെല്ലുമ്പോഴാണ് അതിൽ നിന്നും ജനിച്ച കുഞ്ഞാണ് അന്ധനായ, ജന്മന അന്ധനായ ബലിഷ്ഠനായ ആര്? ധൃതരാഷ്ട്രം. രണ്ടാമത് പോകുന്നു, അറപ്പോടുകൂടി വെറുപ്പോടുകൂടി ചെന്ന് സ്വീകരിച്ചപ്പോൾ ഉണ്ടായ കുട്ടിയാണ് പാണ്ഡു, പേര് പാണ്ഡു. അത് കഴിഞ്ഞാണ് പതിക എന്ന് പറയുന്ന തോഴി ആ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ദൈവഭക്തിയോടുകൂടി അവിടെ ചെന്ന് സ്വീകരിച്ചപ്പോൾ അവർക്കുണ്ടായ മകന്റെ പേരാണ് വിതുരർ, കൃഷ്ണഭക്തനായ വിതുരർ. ഇതൊക്കെ നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? ഇത് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മള് കൊണ്ടുവരുമ്പോഴാണ് നല്ല സൽസന്താനങ്ങളെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 10 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ ഗർഭാധാനം ഇതാണ്. കുറെയൊക്കെ പിടികിട്ടിയില്ലേ? ഇനി രണ്ടാമത്തെ സംസ്കാരം എന്താണ്? നമ്മുടെ അടിയന്തരം പുംസവനം. പുംസവനം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ഗർഭിണിയായി മുമ്പേ സ്വീകരിക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത് ഗർഭിണിയായതിനു ശേഷം രണ്ടാമത്തെ മാസം, അപ്പം ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്തില് ആ വീട്ടിലുള്ള എല്ലാവരും, അച്ഛനും അമ്മായച്ഛനും അമ്മായ അല്ല, സ്വന്തമാണ്, എന്റെ മോളാണത്. അവിടെ വരുന്ന മകളെ സ്വന്തം മകളായിട്ട് കാണണം. മരുമകൾ എന്താ പറയുന്ന പേര്? മകന്റെ ഭാര്യക്ക് പറയുന്ന പേരെന്താ? മരുമകളല്ല. ആ വേട് ആദ്യം മാറ്റണം. മറുമകൾ. എന്റെ മകളെ ഞാനൊരു വീട്ടിലോട്ട് പറഞ്ഞയച്ചപ്പോൾ അതിന് പകരമായി എനിക്ക് കിട്ടിയ മറുമകളാണ്. ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ മരുമകളും അമ്മായിയമ്മയായിട്ട് ഇപ്പൊ കാണുന്ന സീരിയലിൽ മുഴുവൻ യുദ്ധമാണ്. അതാണ് ഈ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അമ്മായിയമ്മ അങ്ങനെ ചെയ്തു, മരുമകളെ ഇങ്ങനെ ചെയ്തു, എങ്ങും നടക്കാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് ഈ സന്ധ്യക്ക് നാമജപം പോലും ചെയ്യിക്കാതെ നിങ്ങളെ കൊണ്ട്, എന്നിട്ട് രാത്രി കണ്ടില്ല, രാവിലെ പോയി കാണും. എന്നിട്ട് മനസ്സ് മുഴുവൻ ദുഷിച്ച വിചാരവും വെച്ച്, ദുഷ്ടചിന്തയും വെച്ച്, ആസുരിക ഭാവത്തിൽ കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? അതിൽ നിന്നും എന്തെങ്കിലും മൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? ഉണ്ടോ? ആലോചിക്കണം. നമ്മുടെ ഈ ഹിന്ദു സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ വീടുകളിൽ സന്ധ്യയ്ക്ക് നാമജപം നടത്താതെ ഇങ്ങനെയുള്ള നികൃഷ്ടമായിട്ടുള്ള. എന്റെ വീട്ടിൽ ഞാൻ സീരിയൽ വെക്കാൻ, ഞാനല്ല, എന്റെ അവര് സീരിയൽ എന്ന് പറയുന്ന സാധനം നോട്ടല്ലോ. സന്ധ്യക്ക് TV വെക്കത്തേ ഇല്ല. സന്ധ്യക്ക് നാമം ജപിച്ചോ. എല്ലാ വീടുകളിലും അങ്ങനെ വരും. ഞാൻ ഇത് പറഞ്ഞല്ല, ഞാനിങ്ങനെ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് അവർ കേൾക്കുന്നു. അങ്ങനെ ഓരോ വീട്ടിലും ഒരാളെങ്കിലും വേണം. ഭാര്യ വേണം, അല്ലെ ഭർത്താവ് വേണം, ഇല്ലേ അമ്മ വേണം. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഭാവം വന്നാൽ ബാക്കിയുള്ളവരെ അവിടെ കൊണ്ടു. ഇവിടെ ഈ ഗർഭിണിയാകുന്ന ആ പെൺകുട്ടി ദേവതയാണ്, ദ്വിജ അല്ലെ, 2 ഹൃദയത്തെ വഹിക്കുന്നവളാണ് അവൾ ആ സമയം അല്ലെ. അവള് ഒരു സ്ത്രീയുമാണ്. ആ സ്ത്രീയുടെ വയറ്റിൽ ഒരു കുഞ്ഞുമുണ്ട്. 2 ജീവനാണ് അവിടെ. ആ കുഞ്ഞിനെ എല്ലാവരും എങ്ങനെ വേണം പരിചരിക്കാൻ? നല്ല സന്തോഷവതിയായിട്ട് എപ്പോഴും ആ കുട്ടിയിരിക്കണം, വേണ്ടേ? അങ്ങനെ 2-ാം മാസമാകുമ്പോൾ ഉള്ള ഒരു ചടങ്ങാണ്. ഇപ്പൊ ചെയ്യാറുണ്ടോ? ഇല്ല, ഞാനിപ്പോഴാ കേട്ടത്. എന്നാലും പറയണമല്ലോ, ഇതൊക്കെ ഉണ്ട് നമുക്ക്. ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ പറയുന്നു 2-ാം മാസമാകുമ്പോൾ
ആ 2 മാസം പ്രായമുള്ള വയറ്റിലോ അപ്പൊ വീടുകളില് ഗണപതി ഹോമങ്ങളും പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യണം. അതെല്ലാം അതിന്റെ അന്തരീക്ഷ വായുവിനെയൊക്കെ മാലിന്യങ്ങളെയൊക്കെ മാറ്റും. ഗണപതി ഹോമമൊക്കെ ചെയ്യുമ്പോൾ ഹവിസുകളൊക്കെ അർപ്പിക്കുമ്പോൾ ഇതെല്ലാം മാറ്റി അന്തരീക്ഷത്തെ ശുദ്ധമാക്കി കഴിയുമ്പോൾ ആ 2 മാസം പ്രായമാകുന്ന പെൺകുട്ടിയെ അവിടെ പൂജിച്ചു കൊണ്ടിരുത്തും. ദേവതയാണ്, ദേവത മാതിരി പൂജിച്ച് അവിടെ കൊണ്ടിരുത്തി ആ ഭർത്താവ് എന്ന് പറയുന്ന ആളിന് കൂടെ അങ്ങനെ ഇരുന്നിട്ട് വാമഭാഗത്ത് ഭാര്യയെ ഇരുത്തിട്ട് തന്റെ കൈയെടുത്ത് ആ ഭാര്യയുടെ ആ ഗർഭം ഉള്ള ആ വയറ്റിന്റെ മുകളിലോട്ട് വെച്ചിട്ട് പറയും, ഞാനും നീയും ഗർഭവതിയാണ്. ഗർഭത്തെ സ്വീകരിക്കാൻ സ്ത്രീക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പുരുഷൻ പറയും, ഞാനും നീയും ഗർഭവതിയാണ്. നീ ഗർഭത്തെ സ്വീകരിക്കുമ്പോൾ, ഗർഭത്തെ നീ കൊണ്ടു നടക്കുന്ന സമയത്ത് നിന്റെ എല്ലാ ദുഃഖത്തിലും ദുരിതത്തിലും, ദുരിതമില്ല, നിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ട്, ഭർത്താവാകുന്ന ഞാൻ നിനക്ക് നിന്റെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം ആ പെൺകുട്ടിക്ക് കൊടുക്കും. അല്ലേ? അങ്ങനെ കൊടുക്കുന്ന ആ ചടങ്ങിനെയാണ് പറയുന്നത് പുംസവനം. ആ സ്ത്രീയുടെ വയറ്റിൽ തൊട്ട് ചൊല്ലും, മന്ത്രങ്ങൾ ചൊല്ലും. അതിന്റെ അർത്ഥം ഇങ്ങനെ, നീയും ഞാനും ഗർഭം ധരിച്ചിരിക്കുന്നു. അത് വഹിച്ചിരിക്കുന്നത് ആരാണ്? നീ. പക്ഷേ പ്രകൃതി നിയമപ്രകാരം പുരുഷൻ ഗർഭം സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിന്നെ എല്ലാവിധത്തിലും ഞാൻ പരിചരിച്ചു കൊള്ളാമെന്ന പൂർണ്ണ വിശ്വാസം ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നു. ആര്? ഭർത്താവ്. ഇതാണ് പുംസവനം. അങ്ങനെ അതിന്റെ അടുത്ത കർമ്മം പറയാം. അടുത്ത കർമ്മം ശ്രദ്ധിച്ചു കേൾക്കുന്നു. നമ്മുടെ മക്കൾക്കൊക്കെ പെൺകുട്ടികളൊക്കെ വന്നു കഴിയുമ്പം ഇവര് ഗർഭിണിയാവൂല്ലോ. ഗർഭിണിയായി ഇപ്പൊക്കെ എന്താ ചെയ്യുന്നേ? സത്യത്തിൽ നമ്മുടെ കറക്റ്റായിട്ട് അവരെ പരിചരിച്ചെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത മരുന്ന് മേടിച്ചു കൊടുക്കാതെ, ആവശ്യമില്ലാത്ത ഗുളികകൾ തീറ്റിക്കാതെ, ചുമ്മാ കൊണ്ട് ഡോക്ടറെ കാണിച്ചിട്ട് ആവശ്യമില്ല. ഈ കുഞ്ഞിനെ ഈ വയറ്റിൽ കിടന്നാൽ എത്ര തൂക്കം വേണം, ആ ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് അതിൽ നിന്ന് വെളിയിലോട്ട് വരത്തുള്ളൂ. അകത്തിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ആഹാരം കഴിച്ച് അതിനെ വലിയ മുട്ടക്കാട്ടനായി കഴിഞ്ഞാൽ എങ്ങനെ ഇറങ്ങി വരും? ഞാൻ വളർത്തുന്ന എന്റെ കുഞ്ഞിനെ ഒരു മുട്ട് സൂചി കൊണ്ടുപോലും ഒന്ന് നോവിച്ചാൽ എനിക്ക് വേദനിക്കുമെങ്കിൽ, ഞാൻ വളർത്തി വലുതാക്കിയ എന്റെ മകളുടെ വയറ്റിലോട്ട് ഒരു കത്തി വെച്ച് കീറുമ്പോൾ അമ്മയ്ക്ക് നോക്കത്തില്ലേ? അപ്പോൾ ആ വയറ്റിൽ കീറാത്ത രീതിയിൽ ആ കുഞ്ഞിനെ പ്രസവിപ്പിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? പഴയ കാലത്തെല്ലാം ഓപ്പറേഷൻ ചെയ്യുമായിരുന്നു. ഇല്ല, അവര് ഗർഭിണി. ഇപ്പോഴെങ്ങനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞു, ഒരു ബുള്ളറ്റ് ഇങ്ങോട്ട് എടുത്തു, രണ്ടുപേരും ഒരു ജീൻസ് അങ്ങോട്ട് ഇട്ടു, ഒറ്റ വിടിയന പട്ടക്ക് പട്ടക്ക് പട്ടക്കെന്ന് അടിച്ചിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞ് ഇവരെങ്ങാണ്ടൊക്കെ പോയി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി വന്നു. ഒരു ദിവസം നോക്കിയപ്പോഴാ പറഞ്ഞ, അയ്യോ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോഴാ ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പൊ ആരൊക്കെയാ പോകുന്നേ? ഭർത്താവ്, ഭർത്താവിന്റെ അച്ഛൻ, ഭർത്താവിന്റെ അമ്മ, ഭാര്യയുടെ അച്ഛൻ, ഭാര്യയുടെ അമ്മ, പിന്നെ ആരെങ്കിലും ഉണ്ട്? അവരെല്ലാം കൂടെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നു ടെസ്റ്റ് ചെയ്തു, പറഞ്ഞത് ദണ്ടൊക്കെ ആയിട്ടുണ്ട്. തിരിച്ച് ഈ ബുള്ളറ്റിൽ കാലം വലിച്ച് ഇങ്ങനെ പോയ കാശാട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്ന കഥ പറയുന്നുണ്ട്. ഈ തമിഴ്നാട്ടിൽ പോയിട്ട് ഈ വലിയ ട്രക്കിനകത്തോട്ട് കച്ചി പശുവിന് കൊടുക്കുന്ന വൈക്കോല്, അത് എങ്ങനെയാ വെച്ചാൽ അവര് വൈക്കോലിന് വലിയ ഭാരമില്ലല്ലോ. അപ്പൊ അവരെത്ര അതെ കയറ്റാൻ പറ്റുമോ ആ വണ്ടിയെ കയറ്റി. അങ്ങനെ കയറ്റി കഴിയുമ്പോ ഈ നമ്മുടെ പുനലൂര് ആ ഭാഗത്തോടൊക്കെ ഇങ്ങനെ ചടായിയെ കയറി വരണമെങ്കിൽ, കയറ്റോ കയറി വരണമെങ്കിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ വരത്തുള്ളൂ. ഇച്ചിരി അനങ്ങി കഴിഞ്ഞാൽ കച്ചികത്തൂരെല്ലാം താഴെ പോകും. അതേപോലെയാണ് ഈ അച്ഛനും അമ്മമാരും എല്ലാം കൂടെ 4 പേര് 4 കൈ പിടിച്ചിന്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇനി അനങ്ങിയാൽ ഈ ഗർഭം പോയി. അങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് കട്ടിലെ കൊണ്ട് വെച്ചാൽ പിന്നെ കീറുന്നിടം വരെ അനക്കാൻ വിടത്തില്ല. അതുകൊണ്ടാണ് ഇനി സിസേറിയൻ ഉണ്ടാകുന്നത്. ഈ യോനിജം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ, സൃഷ്ടി 3 വിധത്തിൽ. ഏതൊക്കെയാ? യോനിജം, അണ്ടജം, പിന്നെ ഒന്നുകൂടെ പറഞ്ഞല്ലോ, പിന്നെ ഇത് അത് ഞാൻ മറന്നുപോയി.
അപ്പോൾ ഈ യോനിജം എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ലല്ലോ, ഈ ജന്തുവർഗ ജാതികളെല്ലാം അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ. പശു പ്രസവിച്ച ഉടനെ കുഞ്ഞ് നാല് കാലം ഓടി നടക്കും. ഈ മനുഷ്യൻ പ്രസവിച്ചാൽ ഇവൻ 4 കാലം പറഞ്ഞ എത്ര സമയം വേണോ? അല്ലേ? അല്ല, ഞാൻ ഞാൻ ശരി അമ്മയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മളാരെയും വിമർശിക്കുകയല്ല, ഇതൊക്കെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഒരു കാലത്തും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഇന്നത്തെ വൃദ്ധസദനങ്ങളൊക്കെ ഉണ്ടാകാൻ കാര്യം, ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനും ഉറങ്ങിക്കിടക്കുന്ന അമ്മയും അവിടെ കീറി മുറിക്കുന്ന സമയത്ത് ഇവരെവിടെ ഇരിക്കുന്ന എന്തായിരിക്കുന്ന ഒന്നും ആരും അറിയുന്നില്ല. ഇവർക്ക് പരസ്പര സ്നേഹം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ജനിപ്പിക്കുന്ന കുഞ്ഞിനെ അമ്മയെടുത്ത് കായലിൽ എറിയുന്നത്. അതേ നൊന്ത് 22,000 നാടിഞ്ഞരമ്പുകൾ മുറിയുന്ന വേദനയിൽ പ്രസവിക്കുന്ന ഒരമ്മ എപ്പോഴെങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ട് വെള്ളത്തിൽ കളയൂ. ഇപ്പൊ എന്തെല്ലാം കേസുകൾ കേൾക്കുന്നത്. അപ്പോ ഈ ജാതകർമ്മം എന്ന് പറയുന്നത്, എപ്പോൾ ഈ പെൺകുട്ടി പ്രസവിക്കാനായിട്ട് ഇപ്പോഴെല്ലാം ഹോസ്പിറ്റലാണല്ലോ, അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് ഈ നല്ല ശുദ്ധമായിട്ടുള്ള ഈ ഔഷധങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് ഈ കുട്ടി പ്രസവിച്ച ഉടനെ കുഞ്ഞാണ്ടയില കിട്ടുന്ന ആദ്യ നേഴ്സിന്റെ കയ്യിലേ കിട്ടൂ. ഈ നേഴ്സ് കൊണ്ടുവന്ന് ആരുടെയില കൊടുക്കുന്നത്? അല്ല, ഈ പെൺകുട്ടി ഈ നേഴ്സ് വന്ന ഉടനെ ആരുടെയില കൊടുക്കണ്ടെന്നറിയോ? ഭർത്താവിന്റെ. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ സംസ്കാരത്തിൽ പറയുന്ന കാര്യമായിട്ട്. ഈ ഭർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തു കഴിയുമ്പോണ്ടല്ലോ, ഈ ഭർത്താവ് ആ കുഞ്ഞിനെ കിട്ടിയ ഉടനെ ആ കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയിൽ ഇങ്ങനെ മന്ത്രം ഊതും. തും വേദോസി, തും വേദോസി, തും വേദോസി, അല്ലെങ്കിൽ ഓം വേദോസി, ഓം വേദോസി. ഇങ്ങനെ കുഞ്ഞെ നീ വേദമാണ്, കുഞ്ഞെ നീ അറിവാണ് എന്ന് ഈ അച്ഛൻ 3 പ്രാവശ്യം വലത്തെ ചെവിയിലും ഇടത്തെ ചെവിയിലും മന്ത്രബോധം. അതിനുശേഷമാണ് അത് ഇസ്ലാം അവരൊക്കെ ചെയ്യും. ലാ ഇലാഹു ഇല്ലല്ലാഹ് എന്ന് അവരോട് ചോദിച്ചു നമുക്ക് പോയിട്ട്. ഇത് പ്രസവിച്ച ഉടനെ ഇവര് അങ്ങനെ ചോദിച്ചു നോക്കണം. ഇവിടെ അടുത്തുണ്ടല്ലോ. ഇത് നമ്മളാണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞെല്ലാം കളഞ്ഞത്. അങ്ങനെ ഈ കുഞ്ഞിന്റെ എന്നിട്ടാണ് അടുത്ത കർമ്മം എന്താ ചെയ്യുന്നത്? തേനും നാവില്ലേ, അതിന്റെ അടുത്ത കർമ്മമാണ് ആ തേനും വയമ്പും എടുത്തിട്ട് ഈ ഭൂമിയിലോട്ട് ജനിച്ചു വന്ന ആ കുഞ്ഞിനെ നമ്മൾ സ്വീകരിക്കുക. മക്കളെ നല്ല മധുരം കൊടുത്തിട്ട് ആ കുഞ്ഞിന്റെ നാവിൽ ഓങ്കാരം അങ്ങോട്ട് എഴുതും. ഇത്രയും കർമ്മങ്ങൾ എന്താ? അതിന് പറയുന്ന പേരാണ് ജാതകർമ്മം. ജാതകർമ്മം എന്ന് പറഞ്ഞാൽ ഉടനെ ജാതകം എഴുതാൻ കൊണ്ടുമല്ല ചെയ്യേണ്ടത്. ഇതാ ജാതകർമ്മം. ജാതകർമ്മം എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോഴുള്ള കർമ്മം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ അപ്പോൾ ഈ കുഞ്ഞിനോട് പറയുന്നു തും വേദോ ഓം വേദോസി എന്ന് പറഞ്ഞ കുഞ്ഞെ നീ വേദമാകുന്നു, കുഞ്ഞെ നീ ജ്ഞാനമാകുന്നു എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ എടുത്തിട്ട് നീ നല്ല ബുദ്ധിയുള്ള മനുഷ്യനായി ഇവിടെ ജീവിക്കണം. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും നീ നല്ല ഒരു മാർഗദർശിയായി ജീവിക്കണം. അല്ലേ? ഈ സമൂഹത്തിന്, ഈ രാഷ്ട്രത്തിനൊരു നല്ല വാഗ്ദാനമാകണമെന്ന് അന്നേ കുഞ്ഞിന്റെ ജാതകർമ്മത്തിൽ തന്നെ അതിന്റെ ചെവിയില് ഓതും. അതിനെ അവര് പറഞ്ഞ ഓതും, മന്ത്രം ഓതും. മനസ്സിലായോ? അങ്ങനെ എന്നിട്ട് പിന്നെ അടുത്തതാണ് 5 മിനിറ്റ് സമയമായി, അവിടുന്ന് ബെല്ലടിച്ചു കേട്ടോ. അപ്പൊ ഇതും കൂടെ പറഞ്ഞു നിർത്തുകയാണ്. പിന്നെ ഇപ്പൊ എത്ര 2 ആയുള്ളൂ. ബാക്കി 14 കാര്യം. ഒന്ന് ലാസ്റ്റത്തെ അറിയാം, ഏതാ? അന്ത്യട്ടി 16 അടി ചിത്രം, അതറിയാം. പിന്നെ അതിന്റെ ഇടയ്ക്കുള്ളതെന്ന് വെച്ചാൽ ബ്രഹ്മചര്യം ഇടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്. അത് വേണേ വൈകിട്ട് സമയം കിട്ടുമ്പോ ഇതിന്റെ ബാക്കി ഞാൻ വൈകിട്ട് പറയാം. വൈകിട്ട് ആരൊക്കെ വരുന്നുണ്ടോ അവർക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയും. ഇപ്പം അവര് പറയുന്ന കേട്ടില്ലെങ്കിൽ പിന്നെ എന്നെ അവരിങ്ങോട്ട് കേട്ടത്തില്ല.
എന്നിട്ട് പിന്നെ അടുത്തൊരു കർമ്മം കൂടിയുണ്ട്. നമ്മൾ വീട്ടിൽ നിന്നും ആ ഔഷധങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ച് കൊണ്ടുവന്ന ശുദ്ധജലം, ആ ശുദ്ധജലത്തിന് ഈ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് അമ്മയുടെ വലത്തെ മുലയിലോട്ട് കൊടുത്തിട്ട് പറയും, ഈ ശുദ്ധജലം കൊണ്ട് ഒന്ന് കഴുകിയിട്ട് ആ മുലപ്പാൽ, ആദ്യത്തെ മുലപ്പാൽ ആ കുഞ്ഞിനെ ഊട്ടും. അത് കഴിഞ്ഞിട്ടത്തെ ഈ ആദ്യം ആ കൊടുക്കുന്ന മുലപ്പാൽ എന്ന് പറഞ്ഞത് ഔഷധ ഗുണമുള്ള മുലപ്പാലാണ്. ആ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞ് അവൻ ഈ ലോകത്തിൽ ഏറ്റവും മിടുക്കനാവും. ഇന്നത് കിട്ടുന്നുണ്ടോ? ഈ മുമ്പേ പറഞ്ഞ സിസ്റ്റത്തിൽ പോകുമ്പോ ഇത് കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് ആരോഗ്യമില്ല, പ്രതിരോധ ശക്തിയില്ല. ഇല്ലേ? പ്രതിരോധ ശക്തി ഇല്ലാത്തത് ഈ ആദ്യം ആ അമ്മയുടെ മുലപ്പാലിൽ നിന്ന് വരുന്ന മുലപ്പാൽ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം മുഴുവൻ അവനെ പ്രതിരോധ ശക്തിയിൽ നിന്നും മിടുമിടുക്കനായിട്ട് അവനെ വളർത്താനുള്ള ഔഷധ മരുന്നാണ്. അല്ലേ? ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഒത്തിരി അങ്ങോട്ട് വാചാലനായി കഴിഞ്ഞാൽ പിന്നെ 12:30 കഴിഞ്ഞാൽ അവര് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് വൈകുന്നേരം ഇത് കഴിഞ്ഞിട്ട് വേണം പറയാം. ഇതുണ്ടല്ലോ, സർവൈശ്വര്യ പൂജ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ബാക്കി കാര്യം, എനിക്കിത് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് നമ്മുടെ സമൂഹം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് ഓരോ അമ്മമാരും അറിഞ്ഞിരിക്കണം. മക്കളോടെല്ലാം ഇത് പറയണം. വീട്ടിൽ നമ്മുടെ മക്കളെ കല്യാണവും കഴിപ്പിക്കുമ്പോൾ അവരോടും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. മക്കളെ പുതിയ സന്താനങ്ങളെ സ്വീകരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പോഴേ നല്ലൊരു തലമുറയെ നമുക്ക് ഇനി തിരിച്ചു വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ. അപ്പോൾ